തെൻകാശി പട്ടണത്തിന്റെ രോമാഞ്ചമായ കണ്ണൻ മുതലാളിയും ദാസപ്പൻ മുതലാളിയും ആദ്യമായി നടത്തുന്ന ഉത്സവം അതിഗംഭീര വിജയമാക്കുവാൻ ഓരോ തെൻകാശിക്കാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കണ്ണപ്പൻ മുതലാളിയുടെയും ദാസപ്പൻ മുതലാളിയുടെയും ഉത്സവം നടക്കുന്നത് വേറെവിടെയുമല്ല, നമ്മുടെ സ്വന്തം നിർമ്മലഗിരി കോളേജിൽ. നിർമ്മലഗിരി കോളേജിന്റെ വരാന്തയിലൂടെ അവൾ ഭൂമിയുടെ സ്പന്ദനമറിഞ്ഞുകൊണ്ട് വടക്ക് നിന്നോ തെക്ക് നിന്നോ എവിടെ നിന്നോ വരുന്ന കാറ്റും ഏറ്റുകൊണ്ട് ഇതാ വരുന്നു നമ്മുടെ സ്വന്തം സോണിയ. സോണി അതാരി? വന്നാട്ടെ, വന്നോട്ടെ. अरे सोनिया आ देखा तुमको जब से बस देखा तुमको यारा, देखा तुमको जब से बस देखा तुमको यारा, तुमसे कोई अच्छा है ना तुमसे कोई प्यारा, यूं नजरे ना फेरो तुम मेरे हो मेरे तुम, कह दो ना you are my Sonia. कह दो ना you are my Sonia. അങ്ങനെ പല കണക്കൂട്ടലുകളോടും കൂടി പോയിക്കൊണ്ടിരുന്ന മിന്നുവിൻ്റെ ലൈഫിലേക്ക് മിന്നുവിൻ്റെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു. അതായിരുന്നു എൽവിസിൻ്റെ കടന്നുവരവ്. അങ്ങനെയിരിക്കെ എൽവിസ് സോണിയെപ്പറ്റി അന്വേഷിക്കുന്നു. അപ്പോൾ പലരും അവനോട് പറയുന്നു അവൾ ഭയങ്കര ജാടയാണെന്ന്. എങ്കിലും അവൻ ഒരു കൈ നോക്കാം എന്ന് വിചാരിക്കുന്നു. നോക്കുവാൻ ഞാൻ പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ബിസിനസ് ആണ് പറയുന്നത് പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊന്ന് ശ്രദ്ധിച്ചു.
വയ്യ. മെസ്സേജ് അയച്ച് സിംഗിൾ ടിക്ക് ഡബിൾ ടിക്ക് ആവുന്നു, ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആവുന്നു ഒക്കെ നോക്കി കുത്തിരിക്കാൻ എനിക്ക് വയ്യ. എടാ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ഈ സോണി എങ്ങനെയാൾ? എനിക്ക് അവളെ കണ്ടപ്പോൾ ഒരു പ്രത്യേക വൈബ് തോന്നുന്നു. ഞാൻ അവളെ ഒന്ന് പ്രപ്പോസ് ചെയ്താലോ? ആടാ, ഇതിനു മുമ്പ് പലരും പ്രപ്പോസ് ചെയ്തതാണ് അവളെ. പക്ഷേ ആർക്കും അവൾ യെസ് പറഞ്ഞിട്ടില്ല. ഇനി നിൻ്റെ ഭാഗ്യത്തിന് നിന്നോടാണ് യെസ് പറയുന്നതെങ്കിലോ? നീ ഒന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെ അവർ രണ്ടുപേരും പ്രണയത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മിന്നു പഴയ ഓർമ്മകളെല്ലാം അയവിറക്കുവാൻ വേണ്ടി താൻ പഠിച്ച സ്വന്തം നിർമ്മലഗിരി കോളേജിലേക്ക് വീണ്ടും അവിടുത്തെ മാത്സ് പ്രൊഫസറായി എത്തുന്നു. അതാ ആ വരുന്നതാണ് നിർമ്മലഗിരി കോളേജിൻ്റെ സ്വന്തം മലർ മിസ് സോണിയ ജോസഫ്. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ടപൂജ്യം. കൂടി വരുന്ന വിലക്കയറ്റം സോണിയെയും ബാധിക്കുന്നു. കൂടിക്കൊണ്ടിരിക്കുന്ന ഫോൺ ചിലവുകളും മെസ്സേജിൻ്റെ ചാർജുകളും എല്ലാം സ്വന്തം കയ്യിൽ നിന്ന് വേണം വഹിക്കുവാൻ. അതിനായി അവൾ ഒരു വഴി കണ്ടെത്തുന്നു. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. തൻ്റേതായ രീതിയിൽ ക്ലാസുകൾ കൊടുത്തുകൊണ്ട് ആ യൂട്യൂബ് ചാനൽ വളരുന്നു. ഒടുവിൽ സോണിയ പോലും പ്രതീക്ഷിക്കാതെ ആ യൂട്യൂബ് ചാനൽ വൻ റീച്ച് കിട്ടുന്നു. ഒടുവിൽ നാട്ടുകാർ വരെ പറയാൻ തുടങ്ങി, എൽവി, നമ്മളാരും വീട്ടിൽ പറയണ്ടേ? വീട്ടിൽ പറഞ്ഞു കഴിയുമ്പം സീനാവോ?
അളിയ, നമുക്ക് എൽവിസിനെ പറ്റി ഒന്ന് അന്വേഷിക്കണ്ടേ? പയ്യനെ പറ്റി മിന്നു പറഞ്ഞു കേട്ട അറിവല്ലേ നമുക്കുള്ളൂ. ഒന്ന് അന്വേഷിച്ചേക്കാം. ലാലു, നീ പറഞ്ഞത് ശരിയാ. നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും അവനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം. മിന്നു പറഞ്ഞിട്ടുള്ളൊരു അറിവ് മാത്രമല്ലേ ഉള്ളൂ നമുക്കിപ്പം. അപ്പം എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കാം. എൽവിസിനെ കുറിച്ചുള്ള അന്വേഷണം അവർ തുടർന്നു. ഒടുവിൽ ആ അന്വേഷണം എത്തിപ്പെട്ടത് ബാംഗ്ലൂരിലായിരുന്നു. അങ്ങനെ കല്യാണക്കാരും ഒടുവിൽ സോണിയ എൽവിസിനെയും അറിയിക്കുന്നു. വീട്ടുകാരുടെ സമ്മതം കിട്ടിയെന്നറിയുമ്പോൾ എൽവിസും സോണിയയും അവരുടെ സ്വന്തം ആഘോഷങ്ങളിലേക്ക് തിരിയുന്നു. അതെ, ഇന്നേ ദിവസം അവർ അവരുടെ മനസ്സമ്മതം ഇവിടെ അറിയിച്ചിരിക്കുകയാണ്. അവരുടെ മനസ്സുകൾ ഒന്നിച്ച പോലെ ഇരു കുടുംബങ്ങളും ഒന്നിച്ചിരിക്കുന്ന ഈ വേളയിൽ നമുക്കും ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരാം. അതോടൊപ്പം വരുന്ന അവരുടെ വിവാഹത്തിനായി എല്ലാവിധ മംഗളങ്ങളും നേരാം. പുത്തിരി കത്തിച്ച കൽവിലെ തേനൊലിക്കണ രാവ്, രാവിന്റെ ചോട്ടിലെ മുത്തഴകത്തൊരു മാല ചുടണ റോള്, മാരന്റെ കൽവിലെ ആനന്ദം മുത്തുന്ന ചെഞ്ചെറും മുഞ്ചുള്ള നാള്, ഓളുന്ന പത്തക്ക് താവിന്റെ ചുട്ടില് ഓനെഴുതുന്നൊരു രാവ്. രാവോളാണേ രാവോനാണേ ഇൻസന്നൂരിൽ നിന്നോരാണേ, ഓരോരുത്തരും ഓരോരുത്തരും ആലങ്ങളിൽ നാനാത്തരം, തഞ്ചത്തില് താളത്തില് കാനോത്തിന് പാടുന്നൊരു ഓളത്തില് കൂട്ടാകിട്ടാടാനയാളുണ്ടോ? ഓളിങ്ങോ നിന്നൊരു വ്യത്യാസവുമില്ലെന്നത് ഇനിയുള്ളൊരു കാലത്ത് കാണാലോ ബാക്കിയുള്ളത്. മുത്തഴകത്തൊരു മാല ചുടണ റോള്, മരന്റെ കൽവില് കാണുന്ന മുത്തുന്ന ചെഞ്ചെറു മുഞ്ചുള്ള നാള്, ഓളുന്ന പത്തിക്ക് താവിന്റെ ചോട്ടില് പോലെ